ബൾട്ടി. കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്നുണ്ട് ഈ ഒരു പടം. അത്യാവശ്യം നല്ല അഭിപ്രായമുണ്ട്, നല്ല റിവ്യൂ ഉണ്ട്. തിയേറ്ററിൽ ആളുകൾ കയറുന്നുണ്ട് ഈ ഒരു പടത്തിന്. അപ്പോൾ കേരളത്തിൽ ഇത് ഓടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തമിഴ്നാട്ടിലും നല്ല അഭിപ്രായം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഈ ഒരു പടത്തിനുണ്ട്. അതായത് ഇപ്പോൾ തമിഴ് റിവ്യൂസും തമിഴിലുള്ള തിയേറ്റർ റെസ്പോൺസ് ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത് ഇതൊരു മിക്സ്ഡ് ലാംഗ്വേജ് ആണ്. അതായത് ഒരു അന്യഭാഷ ചിത്രം കാണുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഫീല് ഈ ഒരു പടം കാണുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇതിനകത്തുള്ള ആക്ടേഴ്സ് ഇപ്പോൾ ശാന്തനു ഇതിനകത്തൊരു തമിഴ് മിക്സ് ചെയ്തിട്ടുള്ള മലയാളമാണ് സംസാരിക്കുന്നത്. പടത്തിൻ്റെ സെറ്റപ്പ് വരുന്നത് തന്നെ പാലക്കാട് കോയമ്പത്തൂർ ബോർഡറാണ്. മാത്രമല്ല ഈ ഒരു പടം മലയാളികൾ കാണുന്ന സമയത്ത് ഏറെക്കുറെ ഒരു തമിഴ് പടമായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ തമിഴ്നാട്ടിലുള്ള ആളുകൾക്ക് ഇതൊരു മലയാള സിനിമയാണ് അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള സിനിമയാണ് എന്നുള്ളൊരു തോന്നൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അത് നമ്മൾ തിയേറ്റർ റെസ്പോൺസ് എടുത്ത് നോക്കുന്ന സമയത്ത് അവരത് പറയുന്നുണ്ട്. അവർ മെയിനായിട്ട് പറയുന്നത് ഒരു മിക്സ്ഡ് ലാംഗ്വേജ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഒരു തമിഴ് ഗ്രാമത്തിനെ പോലെ തന്നെ തോന്നും. പിന്നെ അതേപോലെ തന്നെ ശാന്തനുവിൻ്റെ പെർഫോമൻസും ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്നുള്ളതാണ്. പിന്നെ അവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്, അതായത് ഏറെക്കുറെ തമിഴിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഈ ഒരു പടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ധനുഷിൻ്റെ ഒക്കെ ഒരു പടം ഉണ്ടല്ലോ, പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതേപോലെ തന്നെ അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് ഫുൾ അടി വെട്ട് കുത്ത് പോലെയുള്ള സാധനങ്ങൾ. അതായത് ഇങ്ങനെ ഒരു ഗ്യാങ് ഒരു ഗുണ്ടാ സെറ്റപ്പിൽ പോയി പെടുന്നതും പിന്നെ അവർക്ക് അതിന് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലേക്ക് അവർ ട്രാപ്പ് ആവുന്നതുമായിട്ടുള്ള കഥകൾ ഏറ്റവും കൂടുതൽ വരുന്നത് തമിഴ് സിനിമയെന്നാണ്. തമിഴ് സിനിമാ ലോകത്തിലാണ് നമുക്ക് അത്തരം സെറ്റപ്പുകൾ കാണാൻ പറ്റുന്നത്. മാത്രമല്ല ഇതിനകത്ത് വട്ടിയാണ് അതായത് പലിശയാണ് ഇതിനകത്ത് ഒരു മേജർ ഏരിയ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വട്ടിപ്പലിശ എന്താ പറയുക, വലിയ രീതിയിലുള്ള വട്ടിക്ക് പലിശ കൊടുക്കുന്ന ആൾക്കാർ, അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സൊക്കെ കൂടുതലായി വന്ന് കണ്ടിട്ടുള്ളത് തമിഴ് സിനിമയിലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അന്യഭാഷാ ചിത്രമാണെന്നുള്ളൊരു ഫീല് ഇവർക്ക് ഇല്ല എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല മലയാള സിനിമയിലേക്ക് കിട്ടിയിട്ടുള്ള ഒരു മേജർ എക്സ്പോഷർ, അതും ബൾട്ടി തിയേറ്ററുകളിൽ ഓടാനുള്ള വേറൊരു കാരണം കൂടെയാണ്. അതായത് ഇപ്പോൾ ലോക വന്ന സമയത്താണെന്നുണ്ടെങ്കിലും അതിന് മുന്നേ ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ്, പ്രേമലു, അങ്ങനെ കുറേ സിനിമ തമിഴ് തിയേറ്ററുകളിൽ വല്ലാണ്ട് ഓടുകയും വല്ലാത്ത രീതിയിലുള്ള അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. മാത്രമല്ല OTTയിൽ ഈ പടങ്ങളൊക്കെ വന്നപ്പോൾ ഏറെക്കുറെ ഒരു 80% തമിഴന്മാരും ഈ മലയാള സിനിമകൾ കാണുന്ന ഒരു നേച്ചറിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഓൾറെഡി ഇപ്പം അവർക്ക് ഉണ്ടായേക്കുന്ന ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടന്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും മേക്കിംഗ് വൈസ് ആണെന്നുണ്ടെങ്കിലും മലയാള സിനിമ ഫാർ ബെറ്റർ ദാൻ തമിഴ് സിനിമ എന്നുള്ളൊരു ഫീല്, ഒരു ഒപ്പീനിയൻ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മലയാള സിനിമ തിയേറ്ററിൽ റിലീസാകുന്ന സമയത്ത് ഒരു മലയാള പടം റിലീസായിട്ടുണ്ട്, ഒന്ന് പോയി കാണാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തോട്ടും ഒരു ഫീലിങ്ങും ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ബൾട്ടി തമിഴിൽ അത്യാവശ്യം ഓടാനും തമിഴിൽ അത്യാവശ്യം അക്സെപ്റ്റൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെയാണ് തോന്നുന്നതെന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല ഈ ശാന്തനു, അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ഷെയ്ൻ നിഗത്തിൻ്റെ ഒക്കെ പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവർ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇവർ അഭിനയിക്കുകയാണെന്നുള്ള ഒരു ഫീല് നമ്മൾ ഈ പടം കാണുന്ന സമയത്ത്, നമുക്ക് സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്ക് തോന്നൂല. ഇവരാ പടത്തിനകത്ത് ജീവിക്കുന്ന പോലെയാണ് ഏറെക്കുറെയൊക്കെ കാര്യങ്ങളുള്ളത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലൈമാക്സ് ആയി പിന്നെ അതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശാന്തനുവിൻ്റെ ഒരു ചേഞ്ചും, ശാന്തനു ബിക്കം സംതിങ് ആൻഡ് ഷെയ്ൻ ബിക്കം സംതിങ് എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ വരുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ലൈവാണ് ഈ പടം എന്നുള്ളതാണ്. അതായത് നമുക്ക് വെറുതെ നമ്മളിങ്ങനെ ബോറടിച്ച് നമുക്കിങ്ങനെ ചില പടം കാണുന്ന സമയത്ത് ഇങ്ങനെ സീക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവുമല്ലോ. ഈ പടം കാണുന്ന സമയത്ത് അങ്ങനെ സീക്ക് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയിട്ടുള്ള കരം, ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു തെലുങ്ക് സിനിമയെ കുറച്ച് മലയാളം എലമെൻറ്റുകൾ കയറ്റിയിട്ട്, അതായത് മലയാളത്തിൻ്റെ ഒരു റിയലിസ്റ്റിക് എലമെൻറ്റ് കയറ്റി ഇറക്കിയ പോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഇതൊരു ടിപ്പിക്കൽ തമിഴ് സിനിമ പോലത്തെ ഒരു സിനിമ തന്നെയാണ്. പക്ഷെ നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. അത് നമുക്കൊരു തെലുങ്ക് പടം പോലുള്ള ഒരു കൈൻഡ് ഓഫ് സിനിമ ആയിട്ട് തോന്നുമെങ്കിൽ ഇത് അങ്ങനെ തോന്നില്ല എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു പോസിറ്റീവ്. അതുകൊണ്ട് തന്നെ മലയാളികൾക്കും ഇത് ഒരേപോലെ ആസ്വദിക്കാൻ പറ്റും, തമിഴന്മാർക്കും ഇതുപോലെ ഒരേപോലെ ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഈ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും എത്രത്തോളം അക്സെപ്റ്റൻസ് ഈ ഒരു പടത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ മലയാളത്തിലുള്ള ഫിലിം മേക്കേഴ്സ് സിനിമ ചെയ്യുന്ന സമയത്ത് ഇച്ചിരി കൂടെ ഈ പറയുന്ന 2 സ്റ്റേറ്റിലുള്ള ആളുകൾക്കും കൂടെ കാണാൻ പറ്റുന്ന രീതിയിൽ, ഇവർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിലേക്കുള്ള പടങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയുടെ
ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ലാർജായി മാറും എന്നുള്ളതാണ്. ഈ പറയുന്ന 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു 30 കോടി 20 കോടി ബജറ്റിൽ ഒരു പടം ചെയ്യുന്നതിന് പകരം തമിഴ്നാട്ടിലുള്ള ആളുകളെ കൂടെ ഒരു പൊട്ടൻഷ്യൽ ഒരു കസ്റ്റമേഴ്സായിട്ട് അല്ലെങ്കിൽ ഒരു ഫോക്കസ് ഗ്രൂപ്പായിട്ട് എടുത്തിട്ട് നമ്മൾ സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിനിമയുടെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലുതാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞ് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് റിയാലിറ്റീനെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ നമ്മുടെ സ്വത്വം നമ്മുടെ ഓൺ സിനിമ എന്ന് പറയുന്നതിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ ഒരു അനദർ ഫോറിൻ എലമെന്റുകൾ കൂടെ വരുന്ന സിനിമയായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒക്കെ പാൻ ഇന്ത്യൻ അക്സെപ്റ്റൻസ് കിട്ടുന്ന രീതിയിലേക്ക് സിനിമ ചെയ്യാന്നുള്ള ലെവലിലേക്ക് ഫിലിം മേക്കേഴ്സ് മാറി ചിന്തിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ബൾട്ടീൻ്റെ അഭിപ്രായമാണ്. തമിഴിൽ ഉള്ള അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെയുണ്ട്. ഈ പറയുന്ന ഇപ്പോൾ ലോക പോലെയുള്ള സിനിമകളൊന്നും ഓടി ആ റേഞ്ചിലേക്ക് ഓടിയില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കളക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ബൾട്ടി ഉണ്ട് എന്നുള്ളതാണ്.